അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കില്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്ട്സോ എന്തും നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുതിയൊരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം ആദ്യം. നമുക്ക് എന്ത് ഈ സോഷ്യൽ മീഡിയയിൽ, ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ 1,00,000-ൽ കൂടുതൽ ഫോളോവർ ഉള്ള ഒരാളാണ്. എനിക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു എന്ത് കണ്ടന്റ് ഞാൻ ഡെലിവർ ചെയ്യണം, ആ കണ്ടന്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് റിസൾട്ട് കിട്ടണം. ഓക്കെ, സോ അൾട്ടിമേറ്റ് എന്ത് റിസൾട്ട് എനിക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പം അതിന് അനുപാതികമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അഗെയിൻ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം സോഷ്യൽ മീഡിയയോട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം, സോഷ്യൽ മീഡിയ നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ മെറ്റ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളാണ്. ആ കമ്പനികളുടെ പാർട്ട്നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരു പാർട്ട്ണർ സെലക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വാളിറ്റി വേണ്ടി വരില്ലേ, അവർ കൺസിസ്റ്റന്റ് ആവേണ്ടി വരില്ലേ? ഈ ഘടകം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അത് സ്ഥിരതയാർന്നതായിരിക്കണം. അത് കൺസിസ്റ്റൻ്റ്ലി നമ്മൾക്ക് നമ്മുടെ ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം വിത്ത് ഗുഡ് ക്വാളിറ്റി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.